ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചേട്ടായി കുറച്ച് ഞണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴി തന്നെ അത് നന്നാക്കാനിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഞണ്ട് കറി വെക്കണേൻ്റെ വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത് അയാനാണ്, അയാനെ കൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ഞണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ചെറിയ കാലുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റണതായിരുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ഞണ്ടാണെങ്കിലും. അപ്പോൾ അതിൻ്റെ രണ്ട് വലിയ കാലുകളും അതിൻ്റെ മെയിൻ പാർട്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഞണ്ടിനെ നന്നാക്കി കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചു. കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി പൊടികളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഞണ്ട് കറി വയ്ക്കാനായിട്ട് തുടങ്ങട്ടെ. ഞണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചു എന്ന് പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് സവാള, ഞാൻ 2 സവാള അരിഞ്ഞെടുത്തു, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞു, ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മസാല പൊടിച്ചത്. ഇത്രയാണ് ഞാൻ എടുത്തത്. നമുക്കിനി ഇത് എങ്ങനെ വെക്കണേന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വെക്കണ രീതിയാണ് കേട്ടോ. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും വെക്കുക. അതിൽ ഞാൻ വെക്കുന്ന രീതിയാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണോ എന്ന് നോക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ 2 ഇടത്തരം സവാളയാണ് എടുത്തത്. ആ 2 ഇടത്തരം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണമുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വാടി അതിൻ്റെ പച്ച മണമൊക്കെ മാറി ഒന്ന് വാടി വരുമ്പോഴാണ് നമ്മളിനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മൂടി വെച്ച് ആ സവാള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂത്ത് വരുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സവാളയും മറ്റ് സാധനങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, അതൊക്കെ അളവൊന്നും എനിക്കങ്ങനെ പറയാൻ അറിയില്ല. നമ്മളത് ഒരു കറിയുടെ അളവിനനുസരിച്ച് കാശ്മീരി ചില്ലിയും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. അതിലേക്ക് പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ കുരുമുളക് പൊടി ഇടണില്ല, കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് പൊടി ഇപ്പോൾ ഇടണില്ല. പകരം നമ്മൾ മസാല, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മസാല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മസാല എനിക്ക് പറ്റില്ല, എനിക്ക് അത് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കണ മസാല ഉപയോഗിക്കാറ്. നല്ല ടേസ്റ്റും അതിന് തന്നെയാണ്. അപ്പോൾ ആ മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി വഴറ്റി മൂപ്പിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തക്കാളി നന്നായിട്ട് നീളത്തിലേക്ക് അരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തക്കാളി ഒന്ന് വാടിക്കുഴഞ്ഞ് വരാനുള്ള പരുവത്തിന് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൻ്റെ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കണം. അത് ഗ്രേവി നന്നായി കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച ഞണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഞണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് ആ മസാലയൊക്കെ പിടിക്കുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഞണ്ടും കപ്പയും നല്ല കോമ്പിനേഷൻ ആട്ടോ. നമുക്ക് ഇന്ന് കപ്പ കിട്ടിയില്ല. കപ്പയും ഞണ്ടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. കപ്പയില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് എടുത്തു. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെച്ചതാണ്. അത് നമ്മൾ ഈ ഞണ്ട് കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തിട്ട് ചിലർ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട്, പക്ഷെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ഈ മസാലയുടെ നല്ല ടേസ്റ്റാണ് ഓൾറെഡി. അപ്പോൾ ഈ ഞണ്ടും പിന്നെ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി നന്നായിട്ട് അതിലേക്ക് എടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി ആ മസാലയൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിച്ച് വരുമ്പോൾ കുറേ നേരം മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ച് കുറുക്കി വരട്ടിയ പോലെ ആയിട്ട് എടുക്കണം. വരട്ടിയെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്രേവിയിൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ല മണമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇടാനുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ആ കുരുമുളക് പൊടി കൂടി എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട്, ചിലർക്ക് കുരുമുളക് പൊടി ഒരുപാട് ഇഷ്ടമായിരിക്കും, അതായത് അതിൻ്റെ ഒരു എരിവും പുകച്ചിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ അതിനാവശ്യത്തിനൊക്കെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഞണ്ട് കറി റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞണ്ട് കറി അങ്ങനെ വെക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഒന്ന് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നല്ല ടേസ്റ്റുള്ള ഞണ്ട് കറി ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.